നമസ്കാരം. ഇത് ഓപ്പോ F29 Pro ആണ്. ഇതെടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയും 4 ദിവസമാകുന്നേ ഉള്ളൂ. ഈ ഒരാഴ്ചയും 4 ദിവസമായ ഫോണിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഡിസ്പ്ലേയിൽ ക്രാക്ക് വീഴുന്നു. ഇതിന് ഫിസിക്കൽ ഡാമേജ് ഒന്നും തന്നെ ഇല്ല. എന്നിട്ടും ഇത് ഈ ഫോണിൻ്റെ അവസ്ഥ ഇതാണ്. ആദ്യം ഈ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് പറ്റിയത് സെൻസറിനാണ്. കോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫായിപ്പോയി. കോൾ കട്ടായതിനു ശേഷം ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല. കട്ടായതിനു ശേഷം ഫോണിലോട്ട് വരുന്ന മെസ്സേജ് ടൂണൊക്കെ കേൾക്കാം, പക്ഷേ ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല. പിന്നെ റീബൂട്ട് ചെയ്ത് ഓൺ ആക്കിയപ്പോഴുള്ള ഫോണിൻ്റെ അവസ്ഥയാണിത്. ഫോണിൽ ലൈൻ വീഴുന്നു. അതും ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ലൈൻ വീഴുന്നുള്ളൂ. ഈ ഫോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് യൂട്യൂബിലെ റിവ്യൂ നോക്കിയപ്പം ഇത്ര ഹൈറ്റിൽ നിന്ന് താഴെ വീണാലും കുഴപ്പമില്ല, ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെടുത്തിയ ഫ്രിഡ്ജിലും വെച്ചില്ല, പൊക്കത്തിൽ നിന്ന് താഴോട്ട് വിട്ടില്ല. ആ ഫോണിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി ഷോപ്പിൽ കൊണ്ട് കൊടുത്തായിരുന്നു. അവർ പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത് മേടിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റോട്ട് വരുന്നത്, എന്തായാലും നോക്കിയിട്ട് പറയാമെന്ന്. ഇതിപ്പോൾ ഫോൺ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ ആദ്യം അവിടെ ചെന്നപ്പം അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, പിന്നെ മെസ്സേജ് അയക്കുന്നു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അതാണ്. എന്തായാലും ഇപ്പം ഇതിൻ്റെ കാര്യം തിരക്കാൻ വേണ്ടി നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഇതെനിക്ക് മാത്രമാണ് ഈ പ്രശ്നം പറ്റിയെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ പറയാം. പിന്നെ പുതിയതായിട്ട് ഫോൺ എടുക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഫോൺ എടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും യൂട്യൂബിലെ റിവ്യൂ ഒന്നും കണ്ട് ഫോൺ എടുക്കാതിരിക്കുക. അത്യാവശ്യം അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും പ്രൊസസ്സർ ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രം റിവ്യൂ കാണുക. പിന്നെ ഫോൺ എടുത്ത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉപയോഗിച്ച് അവരുടെ അഭിപ്രായം തേടിയിട്ട് മാത്രമേ ഫോൺ എടുക്കാവുള്ളൂ. ഇത് യൂട്യൂബിലെ റിവ്യൂ കണ്ട് കണ്ണടച്ച് പോയി ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുകൂട്ടുള്ള പ്രശ്നം പറ്റും. തകരാത്ത ഫോൺ എത്ര പൊക്കത്തിൽ നിങ്ങളും തകരത്തില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത ഫോണാണ്. യൂട്യൂബിലെ റിവ്യൂ കണ്ട് ഫോൺ എടുക്കരുതെന്ന് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഫോൺ മേടിച്ചത് എറണാകുളത്ത് കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തായിട്ടുള്ള ഓക്സിജനിൽ നിന്നാണ്. ഓക്സിജൻ്റെ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത്. ഞാൻ ഈ ഫോൺ മേടിക്കാൻ ചെന്ന സമയത്ത് അവരുടെയൊക്കെ സമീപനം നല്ലതായിരുന്നു. ഫോൺ മേടിക്കാൻ ചെന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഫോൺ മേടിച്ചതിന് ശേഷം ഫോണിൻ്റെ കംപ്ലയിൻറ്റ് പറ്റി ചെന്ന സമയത്തും അവരുടെ പെരുമാറ്റം അതിലും അടിപൊളിയായിരുന്നു. കാരണം എല്ലാവരും കൂടെ കൂടി വന്ന് ഫോൺ ഇതാ കംപ്ലയിൻ്റ് എന്ന് കാണിച്ചപ്പോൾ തന്നെ എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ഇതാണോ പ്രശ്നം, എന്തായാലും ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാണോ അവിടെ സംസാരിക്കുന്നത് മറ്റുള്ള കസ്റ്റമർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, എന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിച്ചില്ല. ഓക്കെ ശരിയാക്കി തരാം, എല്ലാം റെഡിയാക്കി തരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ ഫോൺ അവിടെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഓക്കെ ആയിട്ട് ശരിയാക്കി തരാൻ പറ്റും. രണ്ടാമത്തെ ദിവസം വിളിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഇന്ന് തന്നെ എല്ലാം അറിയാൻ പറ്റും. മൂന്നാമത്തെ ദിവസമായി, നാലാമത്തെ ദിവസമായി, അഞ്ചാമത്തെ ദിവസം വിളിച്ചപ്പോഴത്തേക്കും ഫോൺ എടുക്കുന്നില്ല, ഇടയ്ക്ക് ബിസി ആയിരുന്നു. പിന്നെ മെസ്സേജ് ഇടുന്നു ഒരു മീറ്റിങ്ങിലാണ്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന്. ഏകദേശം ഇപ്പോൾ രാത്രിയായി, മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകത്തില്ലായിരിക്കും, അതായിരിക്കും വിളിക്കാനത്. പിന്നെ ഫോൺ എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതുകൊണ്ടുള്ള പണികളൊക്കെ ഉണ്ട് ഈ ഫോൺ, അതുകൊണ്ട് സൂക്ഷിച്ചെടുക്കുക. ഒരു 2 ആഴ്ച പോലും ഈ ഫോൺ തികച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. എന്തിനാണ് ഓപ്പോ ഇങ്ങനെയുള്ള ഫോൺ എടുക്കുന്നതിന്? ആളുകളെ പറ്റിക്കാനായിട്ട്. ഓപ്പോയുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഫോൺ എടുത്തത്, സകലമാന വിശ്വാസം പോയി. പിന്നെ 30,000 രൂപ മുടക്കി ഈ ഫോൺ എടുക്കാൻ നേരത്ത് അത് തികച്ച് 2 മാസം പോലും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ ഫോൺ? സാധാരണപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം 30,000 രൂപ വലിയൊരു എമൗണ്ട് തന്നെ. അത്രയും എമൗണ്ടും എടുക്കാനില്ലെങ്കിൽ അത് എന്നെ കൂട്ട് ക്രെഡിറ്റ് കാർഡൊന്നും അല്ലെങ്കിൽ വല്ലവൻ്റെയൊക്കെ ഒന്നും കടം മേടിച്ച പൈസയ്ക്കും ഫോൺ എടുത്തിട്ട് ഇത് 2 ആഴ്ച പോലും തികച്ച് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ എന്തിനാണ് ഇതുകൊണ്ടുള്ള ഫോണുകൾ ഇറക്കി ആളുകളെ പറ്റിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കസ്റ്റമേഴ്സിനെയൊക്കെ ഫൂളാക്കുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർ, അവർ ഈ 1 മാസത്തേക്ക് ഫോൺ എടുത്തിട്ട് തമ്മിൽ തകരാത്ത ഫോൺ, ഒരിക്കലും പൊട്ടാത്ത ഫോൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് നോക്കിയിട്ട് ഇവരോടുള്ള വിശ്വാസം കൊണ്ട് ഇത് വിട്ട് എന്നെ കൂട്ടുള്ളവർ പോയി ഫോൺ എടുക്കും, ഇത് 8ൻ്റെ മണി മേടിക്കും. ഒരു തികച്ചൊരു 2 ആഴ്ച പോലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഫോണൊക്കെ എന്തിനാണ് ഇറക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാഴ്ച 4 ദിവസം ആയതുകൊണ്ട് ഫോൺ റീപ്ലേസ് ചെയ്ത് തരാമെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ ആവുമോ, അത് റീപ്ലേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റി തരുമോ എന്തുവാണോ എന്ന് എനിക്കറിയത്തില്ല. അറിയാം ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ ഒരു കാശിനും കൊള്ളത്തില്ല. ഇത് ചുമ്മാതെ കൊണ്ട് കിടക്കാം. ഇത് പറഞ്ഞിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടുള്ള ഒന്നും കിട്ടത്തില്ല. 30,000 രൂപ മുടക്കിയത് മാത്രം മിച്ചം. കയ്യിരിക്കുന്ന പൈസ കളയാനല്ലാതെ ഈ ഫോൺ കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. കറക്റ്റ് ഫോൺ മേടിച്ച് ഫോൺ കൊണ്ട് അത്യാവശ്യം വന്ന സമയത്താണ് എനിക്ക് ഈ പണി കിട്ടിയത്.
ഈ കാലത്ത് ഫോണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ്. നമ്മുടെ ജോലിയാണെങ്കിലും എന്താണെങ്കിലും ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസം വെച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. പക്ഷേ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണിയാണ് ഈ ഫോൺ എടുത്തതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഓപ്പോ കുട്ടിച്ചാത്ത, ബിഗ് സലോട്ട് ഫോർ യു. താങ്ക് യു ഫോർ ദി 8ൻ്റെ പണി കുട്ടിച്ചാത്ത.